കാലമല്ലേ, അത് കാരണം അമ്മ കുറച്ച് മരുന്ന് കഞ്ഞി ഉള്ളതൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇത് കുറുന്തോട്ടിയാണ്. കുറുന്തോട്ടിയുണ്ട്, പൂവാങ്കുരുന്നലുണ്ട്, മൂക്കൂറ്റിയുണ്ട്, മുറുകൂട്ടിയുണ്ട്, നിലമ്പാലയുണ്ട്, ആട്ടുകൊട്ടപ്പാലയുണ്ട്, കൊടിയാമണക്കുണ്ട്, പേരയിലയുണ്ട്, തുളസിയിലയുണ്ട്. ഇതെല്ലാം 28 കൂട്ടം മരുന്ന് വേണം. 28 കൂട്ടം മരുന്നാണ് മരുന്ന് കഞ്ഞിക്ക് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതെല്ലാം പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഇടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുത്തിട്ട് കഞ്ഞി വെക്കണം. അത് മരുന്ന് വെള്ളത്തിൽ അരി വേവിക്കണം. മരുന്ന് വെള്ളത്തിൽ അരി വേവിച്ചിട്ട് അരി വെന്ത് കഴിയുമ്പോൾ തേങ്ങയും ജീരകവും അരച്ച് ചേർത്ത് ഇറക്കുക. എന്നിട്ട് നെയ്യും ഇട്ട് കുടിച്ചാൽ ഏറ്റവും നല്ല മരുന്നാണിത്. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതിലും നല്ല മരുന്നാണിത്. ഇത് ഈ സമയത്ത് കഴിക്കണത് ഏറ്റവും നല്ല മരുന്നാണിത്. ആരും അതിങ്ങനെ കഴിക്കില്ല, എങ്കിലും ഇത് കഴിക്കണത് നല്ലതാണ്. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് പറയാം. ഗുണം പിന്നെ മുക്കൂറ്റി നമുക്ക് ഈ അരിയസിന് നല്ലതാണ് മുക്കൂറ്റി. പിന്നെ ഒരു ചുമയ്ക്ക് നല്ലതാണ്. കുറുന്തോട്ടി കൈകാലുകൾക്ക് ബലം കിട്ടാൻ നല്ലതാണ്. പേരയില അതൊക്കെ മരുന്ന് കഷായം വയ്ക്കണ പോലെയുള്ളതാണ്. പേരയിലയൊക്കെ പേരയിലയുണ്ട്, തുളസിയിലയുണ്ട്, പനിക്കൂർക്കയുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് കഴിക്കണത് നല്ലതാണ്. മരുന്നിൽ ചേർത്ത് കഴിച്ചാൽ നല്ലതാണ്. പിള്ളേർക്ക് ഇത് കൊടുക്കാമോ? പിള്ളേർക്കും കൊടുക്കാം, പിള്ളേർക്കും നല്ലതാണ് ഈ സമയത്ത്. പിന്നെ മരുന്ന് കൊടുക്കണ കുഴപ്പമില്ല, എങ്കിലും നല്ലതാണ്, പിള്ളേർക്കും നല്ലതാണ്. എല്ലാം നല്ല മരുന്നുകളാണ് ഇതൊക്കെ. 28 കൂട്ടം മരുന്നാണ് ഇത് വേണ്ടത്. കുറേ മരുന്നുണ്ട് ഇത് എല്ലാം. അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരം മരുന്ന് കഞ്ഞി വയ്ക്കാം.